നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അച്ഛ, ആരോട് ചോദിച്ചിട്ടാടി നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്റെ കുട്ടികളുടെ യാത്ര മുടക്കിയപ്പോ നിനക്ക് തൃപ്തിയായി അല്ലേടി? അത് മുത്തശ്ശി, ഞാൻ മിണ്ടരുത് നീ. ഇവര് പുറത്തു പോയത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലേടി നീ പിന്നാലെ പോയത്? എന്താ മുത്തശ്ശി? നിങ്ങൾക്കൊപ്പം പോകരുതെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. അത് കേൾക്കാതെയാ ഇവള് പോയത്. നീ എന്തിനാ പോയത്? അത് പിന്നെ എങ്ങനെയാ? അവൾക്ക് ഇവിടെ ഇരിപ്പുറക്കണ്ടേ? ഞാൻ വെറുതെ പോയതല്ല. പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നോടി. പിന്നെ നീ ഇവർക്ക് കൂട്ടുപോയതാണോ? മുത്തശ്ശി, അവളെ തല്ലരുത്. നിർത്ത്. മനുഷ്യന് സഹി കിട്ടു. ഇവൾ ഒറ്റ ഒരുത്തി കാരണോ ഈ വീട്ടിലെ സന്തോഷങ്ങളെല്ലാം നശിച്ചത്. കള്ളക്കണ്ണീരാമ. എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയടി. ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും കുറച്ച് സന്തോഷം കിട്ടാൻ വേണ്ടി പോയ ഇവരുടെ പിന്നാലെ നീ എന്തിനാ പോയത്? പറയടി. അത് സഞ്ജുവേട്ടൻ പേഴ്സ് എടുക്കാതെ പോയത്. അത് കൊടുക്കാൻ പോയതാ. സജ്ജു പേഴ്സ് കൊണ്ടുപോകാത്തത് അവൻ അതിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടാ. അവൾക്കത് അറിയില്ലല്ലോ. അവൾ കരുതി കാണും പൈസ കാണില്ലെന്ന്. ഓ, അല്ലെങ്കിൽ തന്നെ ഈ ഡിജിറ്റൽ യുഗത്തിൽ പണം സൂക്ഷിക്കാൻ ആരാ കൈ പേഴ്സും കൊണ്ട് നടക്കുന്നേ? ദിനേശ് ന്യായീകരിക്കാൻ വരണ്ട. ഇവരെ ശല്യപ്പെടുത്താൻ ഇവള് കണ്ടെത്തിയ വഴിയല്ലേ അത്? മതി മുത്തശ്ശി അവളെ ചോദ്യം ചെയ്ത്. ഇവള് ചെയ്യുന്നതിനൊക്കെ സൈഡ് പറഞ്ഞിട്ടാ എന്ത് തോന്നിയാസോ ഇവള് കാണിക്കുന്നത്. മുത്തശ്ശി പറയാം, എന്തോ ഒരു വലിയ സത്യം എന്നിൽ നിന്ന് എല്ലാരും മറച്ചു വെച്ചിരിക്കാന്ന്.
അതെന്താന്ന് എത്ര ചോദിച്ചിട്ടും മുത്തശ്ശി പറയുന്നില്ല. ആ സത്യം എന്താന്ന് സഞ്ജുട്ടൻ അറിയോ? എന്നാ പറയേ, അതെന്താന്ന് എനിക്ക് അറിയണം. എന്താ സഞ്ജുട്ടാ? സഞ്ജുട്ട പറയേ, ഞാനൊന്ന് കേക്കട്ടെ. അത് മുത്തശ്ശി വെറുതെ പറഞ്ഞതാവും. അല്ല, കാര്യമായി തന്നെ പറഞ്ഞതാ. അത് ലച്ചുവിന് വെറുതെ തോന്നിയതാവും. അല്ല സഞ്ജുട്ടാ, ഇവിടെ എല്ലാരും എന്നിൽ നിന്ന് എന്തോ ഒരു കാര്യം ഒളിച്ചു വെക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഞാൻ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് അറിയാവുന്നവരെന്താ പറഞ്ഞു തരാത്തെ? സഞ്ജുട്ടൻ എന്നോട് കുറച്ച് സ്നേഹം, കുറച്ച് കരുണയെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു താ സഞ്ജുട്ടാ. മുത്തശ്ശിയുടെയും കവിതപ്പിച്ചയുടെയും കുത്തുവാക്കുകൾ കേട്ട് കേട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. അതാ ചോദിച്ച. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതെ എന്റെ സഞ്ജുട്ടനെങ്കിലും ആ സത്യം എന്താന്നൊന്ന് പറഞ്ഞതാ. അത് ലച്ചു, നീയല്ല, ഞാനാ തെറ്റ് ചെയ്തേ. സഞ്ജുട്ടനോ? അതെ, ഞാൻ മാത്രമാ ആ തെറ്റ് ചെയ്തേ. സഞ്ജുട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്ക് മനഃശുദ്ധിയുള്ളവളാ ലച്ചു. ലച്ചു പാവോ. ലച്ചുനൊന്നും മനസ്സിലാവില്ല. സത്യത്തെ ലച്ചുന്റെ ഈ വേദനയ്ക്കെല്ലാം കാരണം ഞാൻ ഒറ്റൊരുത്തനാ. ലച്ചു, ഞാൻ ചെയ്ത ആ തെറ്റിനെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കും. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ഈ സഞ്ജുട്ടൻ എന്താ ഇങ്ങനെ? എന്തിനാ എന്നോട് മാപ്പ് പറയുന്ന? അല്ല, സഞ്ജുട്ടൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്ത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.